ഈ ഒരു സംഭവം എന്താന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇതിന്റെ പേരെന്താന്ന് അറിയാവോ? ഇത് വെച്ച് എന്താ ചെയ്യാന്നറിയാവോ? നമുക്ക് ഇത് വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ? ഇതിന്റെ പേരെന്താണെന്ന് നമുക്ക് അവസാനം പറയാം. ഇതുപോലെ കഷ്ണാക്കി ഇടുക. ഇതാ നമ്മൾ മുറിച്ചിടേണ്ടത്. ഇതിന്റെ ഈ മുകളിലത്തെ സാധനം ആദ്യം ഒന്ന് ഇതുപോലെ കളയണം. അതിനുശേഷം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കൈക്ക് ചൊറിയും. അപ്പൊ ഇത് കുറച്ച് വെള്ളവും ഒരു പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. കുറച്ചൊന്ന് വെന്തതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോർമലി താളിച്ചിടാവുന്നതാണ്. സിമ്പിളാണ്. ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. ഒന്നും കറിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിന്റെ ഇവിടെ ഇതിന് പറയുന്ന പേര് ചേമ്പിന്റെ തണ്ട് എന്നാണ്. അപ്പൊ എല്ലായിടത്തും എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇത്. അപ്പൊ ഇതിന്റെ ഈ തണ്ട്